ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ അവസാനത്തെ ഒരു വീഡിയോയിൽ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിനകത്തുള്ള 3 പ്രാക്ടിക്കൽ പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു 5ഓളം പ്രാക്ടിക്കൽ പ്രോബ്ലംസാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്തുള്ള 4ാമത്തെ കേസിലേക്ക് നമുക്ക് വരാം. Compute the taxable income of Mr. Shankar from other sources for assessment year 2020-21. മിസ്റ്റർ ശങ്കർ എന്ന് പറയുന്ന അസസിയുടെ 2020-21 വർഷത്തേക്കുള്ള ടാക്സബിൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് കമ്പ്യൂട്ട് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് ഒന്നാമതായിട്ട് തന്നിട്ടുള്ള ഐറ്റം, ഹി ടുക്ക് എ ഹൗസ് ഓൺ റെന്റ് ഓഫ് ₹1,000 per month and let it out again for ₹1,600 per month. Besides it, he received ₹5,000 rent from his ownership house. അദ്ദേഹം ഒരു മാസത്തേക്ക് 1000 രൂപ എന്ന രീതിയിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കുകയും എന്നിട്ട് അദ്ദേഹം അത് മറ്റൊരാൾക്കത് 1600 രൂപ ഒരു മാസത്തേക്ക് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഓണർഷിപ്പിലുള്ള ഹൗസിലൂടെ 5000 രൂപ റെൻ്റായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്ന കാര്യം ഒരു റീലെറ്റിംഗ് ആണ് അല്ലേ എന്ന് പറയുമ്പോൾ, ഇദ്ദേഹം 1000 രൂപക്ക് വാടകയ്ക്ക് എടുത്ത ഒരു വീട് 1600 രൂപക്ക് മറ്റൊരാൾക്ക് വാടക കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, ഒരു മാസത്തേക്കാണ് 1000 രൂപ റെൻറ്റ്. അപ്പോൾ ഇവിടെ ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് അല്ലെങ്കിൽ റീലെറ്റിംഗ് എന്ന് പറയുന്നത് ₹1,600 × 12 ₹19,200 ആണ്. അതിന് ഇദ്ദേഹം കൊടുക്കേണ്ടി വരുന്ന റെന്റിന്റെ എമൗണ്ട് 1,000 പെർ മന്ത് ആണ്. 1,000 × 12 ₹12,000. അപ്പോൾ ₹19,200 എന്ന് പറയുന്ന എമൗണ്ടിൽ നിന്ന് ₹12,000 റെന്റ് പെയ്ഡ് കുറച്ചാൽ ബാക്കി വരുന്ന ₹7,200 ആണ് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഓണർഷിപ്പിലുള്ള, അദ്ദേഹം ഓൺ ചെയ്യുന്ന ഒരു വീട് വാടക കൊടുത്തതിന് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ്. അല്ലെങ്കിൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ ആ ഇൻകം നമ്മൾ ടാക്സ് ചെയ്യേണ്ടത് ഈ ഹെഡിനകത്തല്ല, അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യം ഇതാണ്, റെന്റ് ഫ്രം സബ്ലെറ്റിംഗ് ₹19,200 ലെസ് റെന്റ് പെയ്ഡ് ₹12,000, then ₹7,200 is taxable. Second item, dividend from ഇന്ത്യൻ കമ്പനി ₹4,000. ഒരു ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് 4000 രൂപ ഡിവിഡൻ്റ് ആയിട്ട് കിട്ടുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു ഡൊമസ്റ്റിക് കമ്പനി ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ വരെ കിട്ടുന്ന എമൗണ്ട് എക്സംപ്റ്റ് ആണ്, ₹4,000 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഐറ്റം ഇവിടെ എക്സംപ്റ്റഡ് ഇൻകം ആണ്, ദാറ്റ് ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. മൂന്നാമത്തെ ഐറ്റം, സ്പെക്കുലേഷൻ ബിസിനസ് പ്രോഫിറ്റ് ₹6,000 and ₹500 ഫ്രം ക്രിക്കറ്റ് ഗാംബ്ലിംഗ്. 6000 രൂപ സ്പെക്കുലേഷൻ ബിസിനസ്സിലൂടെ പ്രോഫിറ്റ് ആയിട്ടും 500 രൂപ ക്രിക്കറ്റ് ഗാംബ്ലിങ്ങിലൂടെയും ഇദ്ദേഹത്തിന് കിട്ടുന്നു. നമുക്കറിയാം, സ്പെക്കുലേഷൻ ബിസിനസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അത് ബിസിനസ്സിൻ്റെ ഇൻകമാണ്, ഈ ഹെഡിനകത്ത് ടാക്സ് ചെയ്യേണ്ട ഇൻകം അല്ല. അതേസമയം ക്രിക്കറ്റ് ഗാംബ്ലിംഗ് എന്ന് പറയുമ്പോൾ അതൊരു കാഷ്വൽ ഇൻകമാണ്, അതർ സോഴ്സ് ഇൻകമായി ടാക്സ് ചെയ്യപ്പെടേണ്ട ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ 500 രൂപ ക്രിക്കറ്റ് ഗാംബ്ലിങ്ങിലൂടെ കിട്ടുന്ന 500 രൂപ ഇവിടെ ടാക്സബിൾ ഇൻകമായിട്ട് കാണിക്കണം. നാലാമത്തെ ഐറ്റം, അഗ്രികൾച്ചറൽ ഇൻകം ഇൻ പാകിസ്ഥാൻ ₹10,000 വാസ് നോട്ട് ബ്രോട്ട് ഇൻ ഇന്ത്യ. പാകിസ്ഥാനിലെ അഗ്രികൾച്ചറൽ ഇൻകം ₹10,000 അത് പക്ഷേ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു റെസിഡൻ്റ് ആയിട്ടുള്ള അസസി ആണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ എക്സാമ്പിളിനകത്ത് ഇദ്ദേഹം നോൺ റെസിഡൻ്റ് ആണെന്നോ മറ്റോ പറയാത്തത് കൊണ്ട് വി ആർ അസ്യൂമിങ് ദാറ്റ് അസസി ഈസ് എ റെസിഡൻറ്റ് ഇന്ത്യൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറത്ത് ഇൻകം ഉണ്ടാവുകയാണത് ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. ആ ഒരു അർത്ഥത്തിൽ അഗ്രികൾച്ചറൽ ഇൻകം ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന എമൗണ്ട് ഇവിടെ ടാക്സബിൾ ഇൻകമായിട്ട് കാണിക്കണം. അഗ്രികൾച്ചറൽ ഇൻകം ഇൻ പാകിസ്ഥാൻ ₹10,000. നെക്സ്റ്റ് ഐറ്റം, ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ കാൺപൂർ ₹18,000 അല്ലേ. കാൺപൂരിൽ നിന്ന് കിട്ടുന്ന അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട് 18,000. നമുക്കറിയാം അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യയാണ്, അതല്ലേ. ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുമ്പോൾ അത് എക്സംപ്റ്റ് ആണ്. ദെൻ ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ കാൺപൂർ ഈസ് എക്സംപ്റ്റഡ് ഫ്രം
tax, that is exempted. The next item, salary as an MLA rupees 30,000 and daily allowances rupees 4,000. ഇദ്ദേഹം ഒരു MLA കൂടിയാണ്. ആ നിലയ്ക്ക് സാലറി ആയിട്ട് 30,000 രൂപയും ഡെയിലി അലവൻസ് ആയിട്ട് 4,000 രൂപയും കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ MP-മാരുടെ കേസ് പറഞ്ഞ അതേപോലെ തന്നെ MLA-മാർക്ക് കിട്ടുന്ന അലവൻസസ് എല്ലാം എക്സംപ്റ്റ് ആണ്. എന്നാൽ സാലറി എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ അതർ സോഴ്സ് ഇൻകമായി ടാക്സ് ചെയ്യപ്പെടണം. അപ്പോൾ അതുകൊണ്ട് സാലറി ആസ് MLA എന്ന് പറയുന്ന എമൗണ്ട് ഇവിടെ rupees 30,000 അതർ സോഴ്സ് ഇൻകമായിട്ട് നമ്മൾ ടാക്സ് ചെയ്യപ്പെടുന്നു. അടുത്ത ഐറ്റം ഷെയർ ഇൻ HUF ഇൻകം rupees 8,500. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 10 അനുസരിച്ച് HUF-ന്റെ ഇൻകത്തിൻ്റെ ഷെയർ അതിലെ ഒരു മെമ്പർക്ക് കിട്ടുകയാണെങ്കിൽ അത് എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന ഇൻകമാണ്. അതിവിടെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ അതർ സോഴ്സ് ഇൻകമായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. 7th one, dividend received rupees 6,000 from a cooperative society. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ the all amount is taxable. It is fully taxable. So dividend from cooperative society rupees 6,000 is taxable. Then the total of income under this head 7,200 plus 500 plus 10,000 plus 30,000 and rupees 6,000. Rupees 53,700 is the taxable income under the head income from other sources. Okay. ഇനി നമുക്ക് ഇതിനകത്തുള്ള അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. Mr. Charles furnishes the following particulars of his income for previous year 2019-20 to compute his income from other sources. അല്ല, ഇവിടെ ചാൾസ് എന്ന് പറയുന്ന ഒരു അസസിയുടെ 2019-20 വർഷത്തേക്കുള്ള ഇൻകം ആണ് ഇതിനകത്ത് പറയുന്നത്. അദ്ദേഹത്തിന്റെ അതർ സോഴ്സ് ഇൻകം ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, അല്ലേ? ഇതിനകത്ത് താഴെ 8ഓളം സോഴ്സ് ഓഫ് ഇൻകംസ് നമുക്ക് കൊടുത്തത് കാണാൻ കഴിയും. നമുക്കതിലേക്ക് വരാം. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ഐറ്റം ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് rupees 600. സെക്കൻഡ് വൺ ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് rupees 3,200. ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയറിനാണെങ്കിലും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയറിനാണെങ്കിലും അതൊരു ഡൊമസ്റ്റിക് കമ്പനി കൊടുക്കുന്ന ഡിവിഡൻഡ് ആവുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ 10 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് എക്സംപ്റ്റ് ആണ്. ഇവിടെ നമുക്ക് 600, 3,200, 3,800 രൂപ മാത്രമേ ഡിവിഡൻഡിൻ്റെ എമൗണ്ട് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവിഡൻഡിൻ്റെ എമൗണ്ട് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസും ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസും ഈ രണ്ട് ഐറ്റവും നമ്മളിവിടെ എക്സംപ്റ്റഡ് ഇൻകം ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്, ടാക്സബിൾ ഇൻകം അല്ല. മൂന്നാമത്തെ ഐറ്റം ഇൻകം ഫ്രം ലെറ്റിംഗ് ഓൺ ഹയർ ഓഫ് ബിൽഡിംഗ് ആൻഡ് മെഷീനറി അണ്ടർ വൺ കോമ്പോസിറ്റ് ലീസ് rupees 27,000. ഇവിടെ മെഷീനറിയും ബിൽഡിങ്ങും ഒരു കോമ്പോസിറ്റ് റെന്റിന്, ഒരു സിംഗിൾ റെന്റ് rupees 27,000 വാടക കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? കോമ്പോസിറ്റ് ലെറ്റിങ്ങിൻ്റെ കേസിൽ അത് സെപ്പറബിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ടിനെ പൂർണ്ണമായിട്ടും അസസിയുടെ അതർ സോഴ്സ് ഇൻകമായി ടാക്സ് ചെയ്യപ്പെടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആ എമൗണ്ട് ഇൻകം ഫ്രം ലെറ്റിംഗ് ഓൺ ഹയർ ഓഫ് ബിൽഡിംഗ് ആൻഡ് മെഷീൻ rupees 27,000 rupees എടുക്കുന്നുണ്ട്. എന്നാൽ ക്വസ്റ്റ്യൻ്റെ അവസാന പാർട്ടിൽ പറയുന്നുണ്ട് ദി ഫോളോയിങ് ഡിഡക്ഷൻസ് ആർ ക്ലെയിംഡ് ബൈ ഹിം. എന്തെല്ലാമാണ്? കളക്ഷൻ ചാർജസ് ഓഫ് ഡിവിഡൻഡ് rupees 20, allowable depreciation on building and machinery rupees 4,000, fire insurance on building and machinery rupees 100. അതിലൊന്ന് ഡിവിഡൻഡിൻ്റെ കളക്ഷൻ ചാർജ് ആണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ ടാക്സബിൾ ഡിവിഡൻഡോ ടാക്സബിൾ ഇൻട്രസ്റ്റോ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ കളക്ഷൻ ചാർജും മറ്റ് എക്സ്പെൻസും കുറക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഡിവിഡൻഡ് എക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഇൻകം ആയതുകൊണ്ട് കളക്ഷൻ ചാർജിൻ്റെ എമൗണ്ട് എവിടെയും നമുക്ക് കുറക്കാൻ കഴിയില്ല. എന്നാൽ അതിനകത്ത് BC ഈ രണ്ട് പോയിന്റ്സിൽ പറയുന്നത് എന്താണ്? ബിൽഡിംഗ് ആൻഡ് മെഷീനറി, അല്ലെ? ഇവിടെ നമ്മൾ പറഞ്ഞ കോമ്പോസിറ്റ് ലീസിൽ rupees 27,000 വാടക കൊടുക്കുന്ന ബിൽഡിങ്ങും മെഷീനറിയുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് എക്സ്പെൻസുകളാണ്. ഒന്ന് ഡിപ്രീസിയേഷൻ എമൗണ്ട് 4,000 മറ്റൊന്ന് ഫയർ ഇൻഷുറൻസ് rupees 100. ഈ രണ്ട് എമൗണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ കോമ്പോസിറ്റ് ലെറ്റിങ്ങിലൂടെ കിട്ടുന്ന റെന്റിന്റെ എമൗണ്ട് നിന്ന് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻകം ഫ്രം ലെറ്റിംഗ് ഓൺ ഹയർ ഓഫ് ബിൽഡിംഗ് ആൻഡ് മെഷീൻ rupees 27,000 ലെസ് ഡിപ്രീസിയേഷൻ 4,000 less fire insurance 100. Total rupees 4,100 is deducted from the amount of rupees 27,000. Then taxable amount is only rupees 22,900. Okay. The next item, the fourth one, interest on bank deposits rupees 2,500. That is fully taxable. Then interest on bank deposits rupees 2,500.
നെക്സ്റ്റ് ഡയറക്ടേഴ്സ് സിറ്റിംഗ് ഫീസ് റിസീവ്ഡ് റുപ്പീസ് 1200 അല്ലേ. ഡയറക്ടേഴ്സ് സിറ്റിംഗ് ഫീസ് എന്ന് പറയുന്ന ഡയറക്ടേഴ്സ് ഫീ എന്ന് പറയുന്ന എമൗണ്ട് ടാക്സ് ചെയ്യപ്പെടേണ്ടത് അതർ സോഴ്സ് ഇൻകം ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആയിട്ട് ഇവിടെ ടാക്സ് ചെയ്യപ്പെടുന്നു. ഡയറക്ടേഴ്സ് സിറ്റിംഗ് ഫീസ് റുപ്പീസ് 1200. നെക്സ്റ്റ് ഈസ് ഗ്രൗണ്ട് റെന്റ് അല്ലേ. റെന്റ് ഫോർ ദി ലാൻഡിനുള്ള റെന്റാണ് ഗ്രൗണ്ട് റെന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ അതർ സോഴ്സ് ഇൻകമായി ടാക്സ് ചെയ്യുന്ന ഐറ്റമാണ്. നേരത്തെ പല എക്സാമ്പിൾ നമ്മളത് കണ്ടതാണ് അല്ലേ. ഗ്രൗണ്ട് റെന്റ് എന്ന് പറയുന്ന എമൗണ്ട് റുപ്പീസ് 600 ടാക്സ് ചെയ്യപ്പെടുന്നു. ദെൻ ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സസ് റുപ്പീസ് 10,000. വെളിപ്പെടുത്താനാവാത്ത സോഴ്സിലൂടെ ഉണ്ടായിട്ടുള്ള ഇൻകമാണ് റുപ്പീസ് 10,000 അല്ലെ. വെളിപ്പെടുത്താനാവാത്ത സോഴ്സിലൂടെ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. ടാക്സ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഹെഡിനകത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഐറ്റം എടുക്കുകയാണ്. ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സസ് റുപ്പീസ് 10,000. നെക്സ്റ്റ് ഐറ്റം വിന്നിങ്സ് ഫ്രം ലോട്ടറീസ് നെറ്റ് റിസീവ്ഡ് റുപ്പീസ് 14,000. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വിന്നിംഗ് ഫ്രം ലോട്ടറീസ് എന്ന് മാത്രമല്ല പറയുന്നത്. വിന്നിങ്സ് ഫ്രം ലോട്ടറീസ് റിസീവ്ഡ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നെറ്റ് എന്നും അതിനകത്ത് 2 ക്ലൂസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലോട്ടറി വിൻ ചെയ്ത എമൗണ്ട് ആക്ച്വലി എത്ര കിട്ടി എന്നുള്ളതാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് അല്ലേ. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ റുപ്പീസ് 10,000 വരെയുള്ള ക്യാഷ്വൽ ഇൻകം ആണെങ്കിൽ TDS അപ്ലിക്കബിൾ അല്ല. എന്നാൽ 10,000 കൂടുതൽ എമൗണ്ട് വരുന്ന ക്യാഷ്വൽ ഇൻകം ആകുമ്പോൾ TDS മാൻഡേറ്ററി ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഈ എമൗണ്ട് റുപ്പീസ് 14,000 ആണ്. ഈ 14,000 എന്ന് പറയുന്ന എമൗണ്ട് നെറ്റ് എമൗണ്ട് ആണ് എന്ന് പറയുമ്പോൾ TDS കുറച്ച ശേഷം വരുന്ന എമൗണ്ട് ആണ് അല്ലേ. അപ്പോൾ TDS മാൻഡേറ്ററി ആയിട്ടുള്ള ഇൻകം ആവുമ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രോസ് എമൗണ്ട് ആൻഡ് ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അതിൻ്റെ ഗ്രോസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ ഫോർമുല അപ്ലൈ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഇൻകം റിസീവ്ഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് 30 അല്ലെ. 100 മൈനസ് TDS. Then income received is rupees 14,000 into 100 divided by 100 minus 30 or 70. Okay, the taxable amount or gross amount is rupees 20,000. 20,000 ആണ് ടാക്സബിൾ ഇൻകം ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഹെഡിനകത്ത് വരുന്ന ടോട്ടൽ ഇൻകം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ അസസിയുടെ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്ന എമൗണ്ട് റുപ്പീസ് 57,200 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തുള്ള 6ാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. മിസ്റ്റർ ഷെൽവൻസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഡ്യൂറിംഗ് ദ ഇയർ എൻഡഡ് 31st March 2020 കൺസിസ്റ്റഡ് ഓഫ് ദി ഫോളോയിങ്. മിസ്റ്റർ ഷെൽവൻ എന്ന് പറയുന്ന അസസിയുടെ 2020 മാർച്ചിൽ അവസാനിക്കുന്ന വർഷത്തേക്കുള്ള എന്ന് പറയുമ്പോൾ 2019-20 വർഷത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ പല ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 6ഓളം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇതിനകത്ത് കൊടുത്ത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഒന്ന് 7% ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓഫ് റുപ്പീസ് 25,000. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓഫ് റുപ്പീസ് 25,000 റുപ്പീസ് വാല്യൂ ഉള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ് 7% ഇൻട്രസ്റ്റ് കിട്ടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ 7% ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നില്ല. ടാക്സ് ഫ്രീ എന്ന് പറയാത്തത് കൊണ്ട് തന്നെ ഇതെന്താണ്, ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആകുമ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ TDSന്റെ എമൗണ്ട് ഒന്നും ഗവൺമെൻറ് കുറയ്ക്കില്ല. മാത്രമല്ല കിട്ടുന്ന മുഴുവൻ എമൗണ്ടും ടാക്സബിളും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. 25,000 റുപ്പീസ് ആണ് ഫേസ് വാല്യൂ, 7% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു വർഷത്തേക്ക് വരുന്ന ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് റുപ്പീസ് 1,750 കിട്ടും അല്ലേ. ദാറ്റ് ഈസ് റുപ്പീസ് 25,000 ഇൻറ്റു 7%, റുപ്പീസ് 1,750. അടുത്ത ഐറ്റം 8% ആഗ്ര മുനിസിപ്പൽ ബോണ്ട് റുപ്പീസ് 15,000. ഇവിടെയും ആഗ്ര മുനിസിപ്പൽ ബോണ്ട് അല്ലെ, ആഗ്ര മുനിസിപ്പാലിറ്റി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റി ആണ് ഇത് എന്ന് പറയുമ്പോൾ അതൊരു നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ്. ടാക്സ് ഫ്രീ എന്നതിനകത്ത് പറയുന്നുമില്ല. അപ്പോൾ ടാക്സ് ഫ്രീ അല്ല എന്ന് പറയുമ്പോൾ ലെസ് ടാക്സ് ആണ് അല്ലേ. ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആകുമ്പോൾ അവിടെ TDSന്റെ എമൗണ്ട് കുറക്കും അല്ലേ. എന്നാൽ ടാക്സബിൾ എമൗണ്ട് ഗ്രോസ് എമൗണ്ട് ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ലെസ് ടാക്സ് സെക്യൂരിറ്റീസിൻ്റെ കേസിൽ നമുക്കതിൻ്റെ ഫേസ് വാല്യൂവും റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രോസപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഫിഗർ എടുത്താൽ മതി അല്ലേ. 15,000 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ദെൻ 15,000 ഇൻറ്റു 8% എന്ന് പറയുമ്പോൾ റുപ്പീസ് 1,200 അല്ലേ. 8% ആഗ്ര മുനിസിപ്പൽ ബോണ്ടിൻ്റെ എമൗണ്ട് 1,200 ആണ് നമുക്ക് കിട്ടുക. മൂന്നാമത്തെ ഐറ്റം 9% ബോംബെ പോർട്ട് ട്രസ്റ്റ് ബോണ്ട് റുപ്പീസ് 20,000. ബോംബെ പോർട്ട് ട്രസ്റ്റും ഒരു ലോക്കൽ അതോറിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെക്യൂരിറ്റി ഒരു നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ്.
ടാക്സ് ഫ്രീ എന്ന് സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് ലെസ് ടാക്സ് നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ് അല്ലേ. ഇവിടെ നമുക്കതിന്റെ ഫേസ് വാല്യൂ ഉണ്ട്, റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അത് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. 20,000-നെ 9% എടുക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ടാക്സബിൾ എമൗണ്ട് വരിക. 9% ബോംബെ പോർട്ട് ട്രസ്റ്റ് ബോണ്ട് ഈസ് rupees 1,800. നെക്സ്റ്റ് ഐറ്റം 7% ഗവൺമെന്റ് ബോണ്ട്സ് ഓഫ് rupees 18,000. ഇത് ഗവൺമെന്റ് ബോണ്ടാണ് അല്ലേ, ഗവൺമെന്റ് ബോണ്ടാണ്. ടാക്സ് ഫ്രീ എന്ന് പറയുന്നില്ല, ലെസ് ടാക്സ് ആണ്. ലെസ് ടാക്സ് ഗവൺമെന്റ് ബോണ്ട് ആകുമ്പോൾ TDSന്റെ കേസ് ഒന്നും വരുന്നില്ല. അതിൻ്റെ എമൗണ്ട് ഡ്യൂ ആവുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് പൂർണ്ണമായിട്ടും അതിൻ്റെ ആ സെക്യൂരിറ്റി ഹോൾഡർ കിട്ടുകയും അത് ഫുള്ളി ടാക്സബിളും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ rupees 18,000 into 7%, അതാണ് 7% ഗോൾഡ് ബോൺസിൻ്റെ എമൗണ്ട് വരിക, rupees 1,260 എന്ന് കിട്ടും. അടുത്ത ഐറ്റം 6% സെക്യൂരിറ്റീസ് ഓഫ് എ ഫോറിൻ ഗവൺമെൻറ്, rupees 15,000. ഒരു ഫോറിൻ ഗവൺമെൻറ് സെക്യൂരിറ്റിക്കാണ് 6% ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റി, നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ കാറ്റഗറിക്കകത്ത് വരില്ല. ഇത് ഒരു ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ്. അപ്പോൾ അത്തരം കേസിൽ എത്ര എമൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടോ അതാണ് ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇതിൻ്റെ നെറ്റ് എമൗണ്ടും ഗ്രോസ് എമൗണ്ടും ഒന്നും പറയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഫേസ് വാല്യൂ ജസ്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ 6%. Then 15,000 into 6%, that is 6% securities of a government, foreign government, rupees 900. Then the sixth item is the interest credited to Suganya Samriddhi account, rupees 3,000. Suganya Samriddhi അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻകം ആണ്. അത് നമ്മൾ ഇതിനകത്ത് ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിക്കേണ്ടതില്ല, അത് എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഐറ്റമാണ്. ദെൻ എക്സംപ്റ്റഡ്. ഇതിനകത്ത് അവസാന പാരഗ്രാഫിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അല്ലേ. He paid rupees 60 as commission for collecting the taxable interest on securities and rupees 1,200 as interest on loan which he had taken for purchasing Bombay Port Trust bond എന്നാണ് പറയുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന് ടാക്സബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി 60 രൂപ ഇദ്ദേഹം കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ടാക്സബിൾ ഇൻട്രസ്റ്റ് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും എക്സ്പെൻസ് വന്നാൽ ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻകത്തിൽ നിന്ന് കുറക്കാൻ പറ്റും അല്ലേ. അതുപോലെ ഇവിടെ മറ്റൊരു സെക്യൂരിറ്റി ആയിട്ടുള്ള ബോംബെ പോർട്ട് ട്രസ്റ്റ് ബോണ്ട്, ഇതിനകത്ത് നമ്മൾ കണ്ട ബോംബെ പോർട്ട് ട്രസ്റ്റ് ബോണ്ട് എന്ന് പറയുന്ന ആ സെക്യൂരിറ്റി വാങ്ങുന്നതിന് വേണ്ടി ഒരു ലോൺ എടുക്കുകയും ആ ലോണിന് ഇൻട്രസ്റ്റ് ആയിട്ട് rupees 1,200 കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ഏൺ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കുകയാണെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ സെക്യൂരിറ്റിയുടെ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് ഒന്ന് കുറക്കാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്ന എമൗണ്ട് ഡിഡക്റ്റബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഈ രണ്ട് എമൗണ്ടിലും മൊത്തം കിട്ടിയിട്ടുള്ള എമൗണ്ടിൽ നിന്ന് നമ്മൾ ഈ രണ്ട് എമൗണ്ടുകളും കുറക്കുകയാണ്. 60 plus 1,200. Then rupees 1,260 is deducted from 6,910. Then taxable income from other sources is rupees 5,650. Okay. നമുക്കിനി 7th ക്വസ്റ്റ്യനിലേക്ക് വരാം. 7th one. Mr. Ajay Kumar gives the particulars of his investment in various securities to determine his income from other sources. Interest is payable in each case on 30th June and 31st December. അപ്പോൾ ഇതിനകത്ത് അജയ് കുമാർ അദ്ദേഹത്തിൻ്റെ വിവിധ സെക്യൂരിറ്റീസുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ 5ഓളം ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ തന്നെ ഇൻട്രസ്റ്റ് 6 മാസം കൂടുന്ന സമയത്ത് ഇൻട്രസ്റ്റ് കിട്ടും എന്ന് പറയുമ്പോൾ ജൂൺ 30-ാം തീയതിയും ഡിസംബർ 31-ാം തീയതിയും ഇങ്ങനെ ഓരോ വർഷവും 2 തവണയായിട്ടാണ് 6 മാസങ്ങൾ കൂടുന്ന സമയത്താണ് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കിട്ടുക. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു പ്രീവിയസ് ഇയറിൽ നമുക്ക് ഒരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് ചുരുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ടാക്സബിൾ ഇൻകം ഫ്രം അതർ സോഴ്സസ്? നമുക്ക് ഒന്നാമത്തെ ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരാം. ഫസ്റ്റ് വൺ, rupees 1,20,000 6% tax-free debentures of a textile company. ഇതിനകത്ത് കൃത്യമായി നമ്മൾ കാണുന്നുണ്ട് എന്താണ് കൊടുത്തിട്ടുള്ളത്. 1,20,000 രൂപ ഫേസ് വാല്യൂ ഉള്ള 6% ഇൻട്രസ്റ്റ് ഉള്ള ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓഫ് എ ടെക്സ്റ്റൈൽ കമ്പനി. ഒരു ടെക്സ്റ്റൈൽ കമ്പനിയുടെ ടാക്സ് ഫ്രീ ഡിബഞ്ചറാണ്. ടെക്സ്റ്റൈൽ കമ്പനി എന്ന് പറയുമ്പോൾ നോൺ ഗവൺമെൻറ് എൻറ്റിറ്റിയാണ് അല്ലേ. അപ്പോൾ ഇതൊരു നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ്, പക്ഷേ ടാക്സ് ഫ്രീ ആണ്. ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ കേസിൽ നമുക്കതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നാലും ഇല്ലെങ്കിലും
എല്ലാ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനെ ഗ്രോസ് അപ്പ് ചെയ്യണം. ഗ്രോസിംഗ് അപ്പ് ഈസ് മാൻഡേറ്ററി ഇൻ കേസ് ഓഫ് ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ ഓർ ടാക്സ് ഫ്രീ നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം എത്ര ഇൻട്രസ്റ്റ് ഡ്യൂ ആയ എമൗണ്ട് ഉണ്ടെന്ന് നോക്കണം അല്ലേ? വളരെ സിമ്പിൾ ആണ്. കാരണം 1,20,000 ആണ് ഫേസ് വാല്യൂ, 6% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. നമുക്കവിടെ ജസ്റ്റ് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. 6% ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓഫ് എ ടെക്സ്റ്റൈൽ കമ്പനി അല്ലേ? എത്ര വരും? റുപ്പീസ് 1,20,000-ന് 6% എടുക്കുമ്പോൾ 7,200 റുപ്പീസ് ആണ് അതിന് ഡ്യൂ ആയ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് വരിക. ഇതൊരു ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റി ആയതുകൊണ്ട് നമ്മൾ അതിനെ എല്ലാ സമയത്തും ഗ്രോസ് അപ്പ് ചെയ്യണം. അപ്പോൾ ഡിബഞ്ചർ എന്ന് പറയുന്ന സെക്യൂരിറ്റി നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ 10% TDS ബാധകമായത്. അപ്പോൾ ആ റേറ്റ് വെച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ഗ്രോസ് എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യണം. ഗ്രോസ് എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇൻകം റിസീവ്ഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് TDS. അപ്പോൾ ഇവിടെ ഈ കേസിൽ വരുമ്പോൾ ഇൻകം റിസീവ്ഡ് റുപ്പീസ് 7,200 ആണ്. ഓക്കെ, ഇവിടെ നോക്കി കാണാൻ പറ്റും അല്ലേ? 7,200 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് TDS. TDS 10%. അപ്പോൾ 100 മൈനസ് 10 എന്ന് പറയുമ്പോൾ 90 വരും അല്ലേ? ദെൻ 7,200 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 90 റുപ്പീസ് 8,000 ആണ് ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട്. ഡ്യൂ ആയ ഇൻട്രസ്റ്റ് റുപ്പീസ് 7,200 ആണ്. പക്ഷേ ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റി ആയതുകൊണ്ട് നമ്മൾ അതിനെ ഗ്രോസ് അപ്പ് ചെയ്തു. അതുകൊണ്ട് കിട്ടിയ എമൗണ്ട് റുപ്പീസ് 8,000 ആണ്. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് റുപ്പീസ് 8,000 ആണെന്ന് ചുരുക്കം. ദെൻ നെക്സ്റ്റ് ഐറ്റം റുപ്പീസ് 54,000 10% ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ രാജസ്ഥാൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. രാജസ്ഥാൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. എന്ന് പറയുമ്പോൾ ഒരു നോൺ ഗവൺമെന്റ് എൻറ്റിറ്റി ആണ് അല്ലേ? അവർ ഇഷ്യൂ ചെയ്യുന്ന ടാക്സ് ഫ്രീ ഡിബഞ്ചർ ആണ്. ഇതെന്താണ്? അപ്പോൾ നേരത്തെ പറഞ്ഞ അതേപോലെ ഇതും എന്താണ്? ഒരു ടാക്സ് ഫ്രീ ആയിട്ടുള്ള നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ്, അല്ലെങ്കിൽ ടാക്സ് ഫ്രീ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റി ആണ്. അതിന് 54,000 റുപ്പീസ് ആണ് അതിന്റെ ഫേസ് വാല്യൂ, 10% ആണ് റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. തൊട്ട് മുമ്പ് പറഞ്ഞ അതേപോലെ നമ്മൾ ഇവിടെ ചെയ്യണം. ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഡ്യൂ ആവുന്ന ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നീട് അതിനെ ഗ്രോസ് അപ്പ് ചെയ്തുകൊണ്ട് ടാക്സബിൾ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന്റെ ഡ്യൂ ആവുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? 10% ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓഫ് രാജസ്ഥാൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 54,000 ഇൻറ്റു 10%. അതാണ് ഡ്യൂ ആവുന്ന ഇൻട്രസ്റ്റ്. 5,400 രൂപയാണ് വരിക അല്ലേ? ആ എമൗണ്ട് ടാക്സബിൾ എമൗണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 5,400 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 90. 90 എന്ന് പറയുമ്പോൾ എന്താണ്? 100 മൈനസ് 10% TDS കുറക്കുകയാണ്. അപ്പോൾ 100 മൈനസ് 10 എന്ന് പറയുമ്പോൾ 90 അല്ലേ? അപ്പോൾ 100/90 എന്ന് വരും. കിട്ടുന്ന ടാക്സബിൾ എമൗണ്ട് എത്രയാണ്? റുപ്പീസ് 6,000 ആണ്. ഓക്കെ, അടുത്ത സെക്യൂരിറ്റി, മൂന്നാമത്തെ സെക്യൂരിറ്റി നോക്കിയാൽ റുപ്പീസ് 25,000 5% UP ഗവൺമെന്റ് ലോൺ. UP ഗവൺമെന്റ് ലോൺ ആണ് അല്ലേ? UP ഗവൺമെന്റ് സെക്യൂരിറ്റി ആണത്. ടാക്സ് ഫ്രീ എന്ന് പറയുന്നില്ല. അപ്പോൾ ടാക്സ് ഫ്രീ എന്ന് പറയാത്ത ഗവൺമെന്റ് സെക്യൂരിറ്റി ആകുമ്പോൾ ലെസ് ടാക്സ് ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ് അല്ലേ? ലെസ് ടാക്സ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആകുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവില്ല? TDS ഒന്നും കുറച്ചിട്ടുണ്ടാവില്ല. ആക്ച്വൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ടാക്സബിൾ എമൗണ്ട് ആയി കണക്കാക്കപ്പെടുക. അപ്പോൾ നമ്മൾ ഡ്യൂ ആയ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്കിവിടെ കാണാൻ പറ്റും. 25,000-ന്റെ 5% ആണ് വരുന്നത് അല്ലേ? റുപ്പീസ് 1,250 ആണ്. TDS അപ്ലിക്കബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ ഗ്രോസ് അപ്പ് ചെയ്യുന്നില്ല. നമ്മൾ അതേ എമൗണ്ട് ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിക്കുകയാണ്. റുപ്പീസ് 1,250 ആസ് 5% UP ഗവൺമെന്റ് ലോൺ. The next item, fourth one, rupees 12,000 5% debentures of Delhi Development Authority. ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയും ഇതുപോലെ തന്നെ ഒരു ലോക്കൽ അതോറിറ്റിയാണ്. അവർ ഇഷ്യൂ ചെയ്യുന്ന 5% ഡിബഞ്ചേഴ്സ് ആണ്. റുപ്പീസ് 12,000 ഫേസ് വാല്യൂ വരുന്ന 5% ഡിബഞ്ചേഴ്സ് അവരിവിടെ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് എന്താണ്? ടാക്സ് ഫ്രീ ആണെന്ന് പറയാത്തത് കൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും ഇത് ലെസ് ടാക്സ് ആയിട്ടുള്ള ഒരു നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ്. അപ്പോൾ ലെസ് ടാക്സ് നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെ നമുക്ക് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഉണ്ട്, ഫേസ് വാല്യൂ ഉണ്ട്. ഫേസ് വാല്യൂം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരികയാണെങ്കിൽ ലെസ് ടാക്സ് നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ കൊമേഴ്സ് സെക്യൂരിറ്റി ആകുന്ന സമയത്ത് നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റേറ്റ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. എന്നാൽ നമുക്ക് തരുന്ന എമൗണ്ട് ഇൻട്രസ്റ്റിന്റെ ആക്ച്വൽ റിസീവ്ഡ് എമൗണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ടാക്സ് നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആകുമ്പോൾ ഗ്രോസ് അപ്പ് ചെയ്യണം. ഇവിടെ അതിന് ആവശ്യം വരുന്നില്ല. ഇവിടെ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഉണ്ട്, അതിന്റെ ഫേസ് വാല്യൂ ഉണ്ട്. സോ സിംപ്ലി 12,000 × 5% എന്ന് പറയുന്ന എമൗണ്ട് ആണ് ഈ ഡിബഞ്ചേഴ്സിന്റെ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് വരിക അല്ലേ?
12,000 5%. ₹600 ആണ് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് വരിക. ഇവിടെ നമ്മൾ ആ എമൗണ്ട് പിന്നെ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ടാക്സബിൾ ഇൻകം ആയിട്ട് അതേ ₹600 തന്നെയാണ് കാണിക്കുന്നത്. ദെൻ അഞ്ചാമത്തെ ഐറ്റം ₹60,000 12% ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓഫ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനി ലിസ്റ്റഡ് ഇൻ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലിസ്റ്റ് ചെയ്യപ്പെട്ട മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനിയുടെ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ആണ് അല്ലെ. ഇതും എന്താണ്? നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ്. ടാക്സ് ഫ്രീ നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ്. ടാക്സ് ഫ്രീ നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതിന്റെ ഡ്യൂ ആവുന്ന ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുകയും ശേഷം അതിനെ ഗ്രോസ് അപ്പ് ചെയ്യുകയും വേണം. സോ ഇൻട്രസ്റ്റ് ഡ്യൂ ഷാൾ ബി ₹60,000 into 12%. That is ₹7,200. This ₹7,200 is grossed up for computing taxable income. 7,200 into 100 divided by 90. In the same way, income received into 100 divided by 100 minus TDS done. So 100 by 90, ₹8,000. Then the total taxable amount of interest for all these 5 securities is ₹23,850. ഇവിടെ അവസാനം ഒരു സെന്റൻസ് കൊടുത്ത് കാണാം. ബാങ്ക് ചാർജ് 2% കമ്മീഷൻ ഓൺ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കളക്റ്റഡ് അല്ലേ. എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കളക്റ്റഡ്, കളക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റിന് 2% ബാങ്ക് കമ്മീഷൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ ടാക്സബിൾ ഇൻട്രസ്റ്റിനല്ല, കളക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റിനാണ്. രണ്ടും വ്യത്യാസമുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത ഈ കാണുന്ന എമൗണ്ട് ഒക്കെ എന്താണ്? ടാക്സബിൾ ഇൻട്രസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ കളക്ട് ചെയ്ത കിട്ടിയ ഇൻട്രസ്റ്റ് ഗ്രോസ് അപ്പ് ചെയ്ത ശേഷം കിട്ടിയ ഇൻകമാണ് ഈ പറയുന്ന എമൗണ്ട്. എന്നാൽ കളക്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നെറ്റ് എമൗണ്ട് ആണ്, ഒരു കിട്ടിയ ആക്ച്വൽ എമൗണ്ട് ആണ്. അത് നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത് ഈ ടേബിളിനകത്ത് കാണാൻ പറ്റും അല്ലേ. ഇതാണ് അതിന്റെ ആക്ച്വൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആയ കളക്ട് ചെയ്യുന്ന എമൗണ്ട്. സോ ഇൻട്രസ്റ്റ് കളക്റ്റഡ് ഈസ് ₹21,650. ഈ എമൗണ്ടിന്റെ 2% ആണ് എന്തായിട്ട് വരിക? ബാങ്ക് കളക്ഷൻ ചാർജ് ആയിട്ട്, കമ്മീഷൻ ആയിട്ട് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ₹23,850 എന്ന് പറയുന്ന എമൗണ്ടിൽ നിന്ന് ലെസ് കളക്ഷൻ ചാർജസ് അറ്റ് 2% ഓഫ് ₹21,650. ദാറ്റ് ഈസ് ₹433. അത് കുറച്ചാൽ ബാക്കി വരുന്ന എമൗണ്ട് അല്ലേ 23,850 minus 433. ടാക്സബിൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് ഈസ് ₹23,470. Okay, that's the case. Then the last example, 8th one. Calculate income from other sources from the following information. ഇവിടെ നമ്മൾ അതർ സോഴ്സ് ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിനകത്ത് പറയുന്ന 3 കാര്യങ്ങളുള്ളത്. ഒന്ന്, വിന്നിങ്സ് ഫ്രം ലോട്ടറി ₹1 lakh, എമൗണ്ട് റിസീവ്ഡ് ഫ്രം റേസ് വിന്നിങ്സ് ₹35,000, ഗിഫ്റ്റ് റിസീവ്ഡ്. There are 5 gifts received. Received ₹20,000 as gift from his friend. Received ₹1 lakh as gift from his elder brother. Received ₹1,40,000 as gift on his marriage. Received ₹80,000 as gift from his NRI friend. Another gift of ₹18,000 received from his friend. Okay, അപ്പോൾ ഇതിനകത്ത് 3 ഇൻകം ആണ് കാണുന്നത് അല്ലേ. ഒന്ന്, വിന്നിങ് ഫ്രം ലോട്ടറീസ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, വിന്നിങ് ഫ്രം ലോട്ടറീസ് എന്നാണ് പറയുന്നത് അല്ലേ. വിന്നിങ്സ് റിസീവ്ഡ് ഫ്രം ലോട്ടറി എന്നല്ല, എമൗണ്ട് റിസീവ്ഡ് ഫ്രം ലോട്ടറി എന്നല്ല, അല്ലെങ്കിൽ വിന്നിങ് ഫ്രം ലോട്ടറി നെറ്റ് എന്നുമല്ല പറയുന്നത്. എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഇത് ഗ്രോസ് എമൗണ്ട് ആണ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ലോട്ടറി വിൻ ചെയ്ത എമൗണ്ട് ₹1 lakh ആണ്. കിട്ടിയ എമൗണ്ട് ₹1 lakh വന്നിട്ടുണ്ടാവില്ല അല്ലെ. അതിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് TDSന് ശേഷമുള്ള എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇതൊരു ക്യാഷ്വൽ ഇൻകം ആണ്, ഇത് പക്ഷേ ഗ്രോസ് എമൗണ്ട് ആണ് ഓൾറെഡി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യാണ്, ആ ₹1 lakh അതേപോലെ ടാക്സബിൾ ഇൻകം ആയിട്ട് എഴുതിയാൽ മതി അല്ലേ. ദെൻ വിന്നിങ് ഫ്രം ലോട്ടറി ₹1 lakh. ക്ലിയർ. രണ്ടാമത്, എമൗണ്ട് റിസീവ്ഡ് ഫ്രം റേസ് വിന്നിങ്സ് ₹35,000. റേസ് വിന്നിങ്സിൽ കിട്ടുന്ന റിസീവ്ഡ് എമൗണ്ട് ആണ്. വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആദ്യം വിന്നിങ് ഫ്രം ലോട്ടറി എന്നാണ് പറഞ്ഞത് അല്ലേ. രണ്ടാമത് പറഞ്ഞത് എന്താണ്? റിസീവ്ഡ് ഫ്രം റേസ് വിന്നിങ്സ്. ഒരു പന്തയത്തിലൂടെ കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണത് അല്ലേ. അപ്പൊ റേസ് വിന്നിങ്സ് എന്ന് പറയുമ്പോൾ അതും ഒരു ക്യാഷ്വൽ ഇൻകം ആണ്. ക്യാഷ്വൽ ഇൻകം ആകുമ്പോൾ TDS 30% മാൻഡേറ്ററി ആണ്. 10,000 രൂപയിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ ഇത് ₹35,000 ഇൻകം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് TDS ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ TDS കുറച്ച ശേഷം കിട്ടിയ എമൗണ്ട് ആണ് ₹35,000 എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഗ്രോസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ 30% ക്യാഷ്വൽ ഇൻകത്തിന് TDS അപ്ലിക്കബിൾ ആയിട്ടുള്ള നമ്മൾ അതിനെ ഗ്രോസ് അപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? റേസ് വിന്നിങ്സ് എന്ന് പറയുന്ന എമൗണ്ട് ഇൻകം റിസീവ്ഡ് ₹35,000 into 100
divided by 100 minus TDS, then 100 minus 30, that is 70. Then 35,000 into 100 by 70, rupees 50,000 is income from race winnings. Taxable amount is rupees 50,000. ഇനി മൂന്നാമത്തത് ഗിഫ്റ്റുകളാണ് പറയുന്നത്. എല്ലാം ക്യാഷ് ഗിഫ്റ്റ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. ഇവിടെ 5 ഗിഫ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റാണ്, മറ്റൊന്ന് എൽഡർ ബ്രദർ കൊടുക്കുന്ന ഗിഫ്റ്റാണ്, മൂന്നാമത്തത് മാരേജ് സമയത്ത് കിട്ടുന്ന ഗിഫ്റ്റാണ്, നാലാമത്തത് NRI ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നുള്ള ഗിഫ്റ്റാണ്, അഞ്ചാമത്തത് അതും ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നുള്ള ഗിഫ്റ്റാണ്. നമ്മൾ ഗിഫ്റ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ഇതാണ്. 50,000 രൂപ വരെ കിട്ടുന്ന എമൗണ്ട് ആണെങ്കിൽ എന്താണ്, അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. എന്ന് പറയുമ്പോൾ ആകെ മൊത്തം ആ വർഷം കിട്ടുന്ന ഗിഫ്റ്റിൻ്റെ എമൗണ്ട് 50,000 രൂപ വരെയാണെങ്കിൽ എക്സംപ്റ്റ് ആണ്. എന്നാൽ 50,000 രൂപയിൽ കൂടുതൽ എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ മുഴുവൻ എമൗണ്ടും ടാക്സബിൾ ആണ്. റൂൾ അങ്ങനെയാണ്. ചില ഗിഫ്റ്റുകൾ നമ്മൾ എക്സംപ്റ്റ് ചെയ്ത് എത്ര എമൗണ്ട് കിട്ടില്ല എക്സംപ്ഷൻ എന്ന് കുറേ ഗിഫ്റ്റുകളുണ്ട് അല്ലേ. നമ്മൾ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും ഫണ്ടെന്നോ ചാരിറ്റബിൾ ട്രസ്റ്റെന്നോ ഒക്കെ കിട്ടുന്ന ഗിഫ്റ്റുകൾ, ലോക്കൽ അതോറിറ്റിക്ക് കിട്ടുന്ന ഗിഫ്റ്റുകൾ, നമ്മൾ കുറേ ഗിഫ്റ്റ് കേസ് പറഞ്ഞിട്ടുണ്ട്. മാരേജ് സമയത്ത് കിട്ടുന്ന ഗിഫ്റ്റൊക്കെ എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന ഗിഫ്റ്റുകളാണ്. അപ്പോൾ ഈ 5 ഗിഫ്റ്റിൽ ഏതെല്ലാം എക്സംഷൻ കിട്ടും? ഫ്രണ്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് ഒന്നും എക്സംപ്റ്റ് അല്ല അല്ലേ. ഇവിടെ 2 ഗിഫ്റ്റുകൾ എക്സംപ്റ്റ് ആണ്. ഒന്ന് ഏതാണ്? എൽഡർ ബ്രദർ റിലേറ്റീവ് ആണ്. ഈ rupees 1 lakh എക്സംപ്റ്റ് ആണ്, നമ്മൾ ഗിഫ്റ്റായി കണക്കാക്കേണ്ടതില്ല. അതുപോലെ മാരേജിൻ്റെ സമയത്ത് കിട്ടുന്ന ഗിഫ്റ്റ് rupees 1,40,000. അപ്പോൾ ഈ BC പോയിന്റ്സ്, ഈ 2 പോയിന്റിൽ പറയുന്ന ഗിഫ്റ്റുകൾ എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന ഗിഫ്റ്റായി കണക്കാക്കേണ്ടതില്ലാത്ത ടാക്സബിൾ അല്ലാത്ത ഇൻകമാണ്. ബാക്കി 3 ഗിഫ്റ്റാണ് ഇവിടെ വരുന്നത് അല്ലേ. നമ്മളൊരു ടോട്ടൽ എമൗണ്ട് നോക്കണം. അത് 50,000 രൂപ വരെയാണെങ്കിൽ എക്സംപ്റ്റ് ആണ്, അതിൽ കൂടുതലാണെങ്കിൽ ടാക്സബിൾ ആണ്. നമ്മൾ ആ ഗിഫ്റ്റിൻ്റെ എമൗണ്ട് വരെ കാണാൻ പറ്റും. ഒന്ന് ഫ്രം ഹിസ് ഫ്രണ്ട് rupees 20,000, ഒന്ന് rupees 20,000 ആണ് അല്ലേ. പ്ലസ് മറ്റൊന്ന് rupees 80,000 ആണ്, പ്ലസ് rupees 18,000. ദെൻ 20,000 പ്ലസ് 80,000 പ്ലസ് 18,000. ടോട്ടൽ കൂട്ടുമ്പോൾ എത്ര വരും? 1,18,000 വരും. ദാറ്റ് ഈസ് മോർ ദാൻ rupees 50,000. So the whole amount of rupees 1,18,000 is taxable. Rupees 1,18,000 is taxable. Then his total income taxable under income from other sources, that is rupees 1 lakh plus 50,000 plus 1,18,000, that is rupees 2,68,000. Okay, thank you.